കഥകൾ. ഒരിടത്തൊരിടത്ത് വളരെ ഉത്സാഹവാനായി ഓടിച്ചാടി നടന്നിരുന്നു അപ്പു എന്ന ഹാംസ്റ്റർ. അതിവേഗം പായുന്ന ഒരു കുഞ്ഞു പാവ പോലെ അവൻ കളിച്ച് നടന്നിരുന്നു. നല്ല പച്ച നിറത്തിലെ തൂവലുകളുള്ള കിക്കി എന്ന തത്തയായിരുന്നു അവൻ്റെ കൂട്ടുകാരി. കിക്കിയുടെ കൊഞ്ചലും കളിച്ചിരികളുമെല്ലാമായി അപ്പുവിൻ്റെ പകലുകൾ രസകരമായിരുന്നു. എന്നാൽ സന്ധ്യയാവുമ്പോൾ, കൂട്ടിൽ ഇരുട്ട് നിറഞ്ഞു വരുമ്പോൾ അപ്പുവിൻ്റെ കുഞ്ഞു ഹൃദയത്തെ അതുവരെയില്ലാത്ത ഒരു ഭയം പിടികൂടും. ഇരുട്ടിനോടുള്ള ഭയം. ഓരോ രാത്രിയിലും ആ ഭയാനകമായ നിശബ്ദതയിൽ വിറച്ചുകൊണ്ട് അവൻ തൻ്റെ കൂട്ടിൽ ഒളിച്ചിരുന്നു. അങ്ങനെയിരിക്കെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു രാത്രിയിൽ ഒരു ചെറിയ വെളിച്ചം അവൻ്റെ കണ്ണിൽപ്പെട്ടു. അതൊരു മിന്നാമിനുങ്ങായിരുന്നു. അതിൻ്റെ വെട്ടം ഇരുട്ടിൽ ചെറിയ വിളക്ക് പോലെ തിളങ്ങി. അത് അവൻ്റെ പാത്രത്തിനരികിൽ വന്നിരുന്നു. അതൊരു സാധാരണ മിന്നാമിനുങ്ങായിരുന്നില്ല. നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള അവളുടെ പേര് കിങ്ങിണി എന്നായിരുന്നു. അപ്പുവിൻ്റെ പേടി മനസ്സിലാക്കിയ കിങ്ങിണി ഒരു രഹസ്യം പറഞ്ഞു. അപ്പു, അവളുടെ ശബ്ദം ചെറിയ മണികളുടെ കിലുക്കം പോലെയായിരുന്നു. എല്ലാവരുടെ ഉള്ളിലും ഒരു വെളിച്ചമുണ്ട്. അത് പുറത്തേക്ക് കാണുന്ന പ്രകാശമല്ല, മറിച്ച് നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിളക്കത്തോടെ പ്രകാശിക്കുന്ന ഒരു സന്തോഷമാണത്. കിങ്ങിണി അപ്പുവിനെ ഒരു ചെറിയ ഫോട്ടോ ആൽബത്തിനടുത്തേക്ക് കൊണ്ടുപോയി. അത് ഓർമ്മകളുടെ ഒരു ചെറിയ ശേഖരമായിരുന്നു. കിക്കി അവൻ്റെ തലയിലിരിക്കുന്നതും ഒരു സൂര്യകാന്തിപ്പൂവ് അവൻ്റെ തലയിൽ വെച്ചിരിക്കുന്നതും കൂട്ടിൽ അവൻ വെയിൽ കായുന്ന അവൻ്റെ പ്രിയപ്പെട്ട ഇടവും, ആ വിലപ്പെട്ട നിമിഷങ്ങളുടെ ഓർമ്മയിൽ തൻ്റെ മനസ്സിൽ സന്തോഷവും സുരക്ഷിതത്വവും നിറയുന്നത് അപ്പു അറിഞ്ഞു. അത് അവൻ്റെ ഭയത്തിൻ്റെ നിഴലുകളെ അകറ്റുന്ന, ആശ്വാസം പകരുന്ന ഒരു ഉൾവെളിച്ചമായിരുന്നു. അവന് താൻ കൂടുതൽ ഉത്സാഹവാനായതായി തോന്നി. ഉള്ളിലെ പ്രകാശം അവനെ ധൈര്യവാനാക്കി. അപ്പോൾ പുറത്തെ ഇരുട്ട് അവനെ ഒറ്റപ്പെടുത്തുന്നതായി തോന്നിയതേയില്ല. അന്നു മുതൽ അപ്പുവിന് ഇരുട്ടിനോടുള്ള പേടി ഇല്ലാതെയായി. പകരം തൻ്റെ ഉള്ളിലെ വെളിച്ചത്തിൻ്റെ ആശ്വാസകരമായ പ്രഭ അവന് ധൈര്യമായി. അവൻ പങ്കുവെച്ച സ്നേഹവും അവൻ്റെ ലളിതവും മനോഹരവുമായ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളുമായിരുന്നു ആ വെളിച്ചത്തിനു പിന്നിൽ.